ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ കിരണൊക്കെ തേൻ കല്യാണിക്ക് കൊണ്ട് കൊടുക്കുകയാണ്. കല്യാണിയാണെങ്കിൽ അത് നല്ല രീതിയിൽ രുചിച്ച് നോക്കിയിട്ട് പറയുന്നുണ്ട്, ഇത് സൂപ്പറാണ് കേട്ടോ. അങ്ങനെ ശാന്തേച്ചിക്കും ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നുണ്ട്. ശാന്തേച്ചി പറയാണ് ഇത് നല്ലതാണ്, ഇത് തനി നാടൻ തന്നെയാണ് എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പം ബൈജുവും അതുപോലെ കിരൺ അവിടേക്ക് വരുന്നുണ്ട്. ബൈജു പറയാണ് ഇത് കാടിനുള്ളിലെ തേനീച്ചക്കൂട്ടിൽ നിന്ന് എടുത്തതാണ്, ഞങ്ങൾക്ക് ഫ്രഷായി കിട്ടിയതാണ് എന്ന് പറയുകയാണ്. അപ്പം അതെന്തായാലും കിരണും പറയുന്നുണ്ട് അത് ശരിയാണ്, രതീഷിന് പരിചയമുള്ള ഒരാളാണ് ഞങ്ങൾക്കിത് തന്നത്. അവൻ കാട്ടിൽ ആണ് താമസിക്കുന്നത്. എന്തായാലും അവൻ താമസിക്കുന്നത് ഞാൻ ഗംഗയെ തല്ലിച്ചതച്ചിട്ട ആ ഒരു സ്ഥലത്താണെന്ന് അവൻ പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഞാൻ അവനെ നിർത്തി എല്ലാവരും കൂടി ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട് എന്ന് പറയുകയാണ്. അങ്ങനെ ബൈജു ചോദിക്കുകയാണ്, അല്ല ഇനിയിപ്പോൾ അവൻ ജീവിച്ചിരിപ്പുണ്ടായിരിക്കും, അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ വരെ ഒന്നും കൂടി പോയി അന്വേഷിച്ചാലോ എന്ന് ബൈജു പറയുമ്പോൾ കല്യാണി പറയുകയാണ്, അതെ ഇനി പോകുമ്പോൾ ഞാനും വരും കിരണേട്ടൻ്റെ കൂടെ, ഞാനും കിരണേട്ടനും കൂടി എന്തായാലും പോകും എന്ന് പറയാണ്. അപ്പം എന്തിനാ നീ വരുന്നത് എന്ന് ചോദിക്കുകയാണ്. അല്ല എനിക്ക് എന്തായാലും ഈ പറയുന്ന ആൾക്കാരൊക്കെ ഒന്ന് കാണുകയും ഈ കാടൊക്കെ ഒന്ന് കാണുകയും ചെയ്യാലോ എന്ന് പറയാണ് കല്യാണി. അങ്ങനെ ആ സമയത്ത് കിരൺ പറയുന്നുണ്ട്, അതൊന്നല്ല, നിന്റെ മനസ്സിൽ ഭയമാണ്, അതുകൊണ്ടാണ് നീ എന്നെ തനിച്ച് വിടാത്തത് എന്ന് പറയുമ്പോൾ അത് ശരി തന്നെയാണ്. ഞാൻ ഇന്നാൾ സ്വപ്നം കണ്ടതുകൊണ്ട് കിരണേട്ടനെ ഒറ്റയ്ക്ക് വിടാൻ എനിക്ക് പേടിയാണ്. തന്നെയല്ല എനിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടാ കിരണേട്ടൻ എന്തെങ്കിലും സംഭവിക്കുള്ളൂ, അത് ഞാൻ സംഭവിക്കുള്ളൂ എന്നിങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ശാന്തേച്ചി പറയുകയാണ്, ഈ കാട്ടിലുള്ളവരൊക്കെ പഞ്ചപാവങ്ങളാണ്, അവരെന്ത് പറഞ്ഞാലും വിശ്വസിച്ചോളും, അവരുടെ മനസ്സിൽ നന്മ മാത്രമേ ഉള്ളൂ എന്ന് പറയുകയാണ്. കള്ളത്തരങ്ങളില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഈ ഗംഗയെ പോലുള്ളവരെ അവിടെ പെട്ട് കഴിഞ്ഞാൽ അവൻ പറയുന്ന കള്ളത്തരങ്ങളൊക്കെ അവർ ഒരുപക്ഷെ വിശ്വസിക്കും. എന്തായാലും ഗംഗയെ ഫോട്ടോ കാണിച്ചിട്ട് അറിയോ എന്ന് ചോദിച്ചപ്പോൾ അറിയില്ല എന്നാണ് വേലു പറഞ്ഞത്. അവൻ അങ്ങനെ ഒരാളെ കണ്ടിട്ടേ ഇല്ലെന്നാണ് വേലു പറഞ്ഞത് എന്നുള്ള കാര്യവും കിരൺ കല്യാണിയെ അറിയിക്കുകയാണ്. അങ്ങനെ അതിനുശേഷമാണെങ്കിലും നമ്മുടെ കാർത്തികയുടെ വിവാഹമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കാർത്തികയ്ക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഓരോന്നായി കല്യാണി എല്ലാം മേടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഓർണമെൻറ്റ്സ് ആയാലും അതുപോലെ തന്നെ ഡ്രസ്സ്, സാരി ഒക്കെ അങ്ങനെ വാങ്ങിക്കൊടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ എന്തിനാ മോളെ ഇത്ര അധികം എന്നൊക്കെ നമ്മുടെ ലക്ഷ്മി അമ്മയെ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കാർത്തികയും ചോദിക്കുകയാണ്. എന്തായാലും ഗംഗ മരിച്ചു എന്നൊരു ആശ്വാസത്തിൽ എല്ലാവരും കല്യാണം നല്ല അടിപൊളിയാക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. രൂപ അങ്ങോട്ട് വരുന്നുണ്ട്. രൂപയുടെ വകയായിട്ട് രൂപയും ഒരുപാട് പ്രസന്റ് ഒക്കെ കൊടുക്കുകയാണ്. അപ്പോൾ എന്തിനാ ഈ ചേച്ചി ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, കാരണം ഞങ്ങൾക്ക് ഒരുപാട് സ്വത്തുക്കൾ, ഒരുപാട് പൈസയൊക്കെ ഉണ്ട്, അതൊക്കെ മോൾക്കുള്ളത് തന്നെയാണ്. പിന്നെ അറിയാലോ ഞങ്ങൾ അതിര് കടന്ന രീതിയിലൊന്നും ഞങ്ങൾ അധികം അങ്ങനെ പൈസ ഒന്നും ചിലവാക്കാറില്ല, അതുകൊണ്ട് ഇനിയിപ്പോൾ ആർക്ക് കൊടുക്കാൻ എല്ലാം മോൾക്കുള്ളതാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതുപോലെ എന്തെങ്കിലും ആഘോഷം വരുമ്പോൾ മാത്രമാണ് ഞങ്ങൾ അധികം പൈസ ചിലവാക്കുക എന്നിങ്ങനെ ലക്ഷ്മി അമ്മ രൂപയോട് പറയുമ്പോൾ രൂപ പറയാണ്, അത് ശരിയാണ്, ഞങ്ങളും അങ്ങനെ തന്നെയാണ്, എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ മാത്രമാണ് ഞങ്ങളും ഇത്രയധികം പൈസ ചിലവാക്കുക. ഇതിപ്പോൾ കല്യാണിയെ പോലെ തന്നെയാണ് ഞങ്ങൾക്ക് കാർത്തിക മോള്, കല്യാണിയുടെ ചേച്ചിയാണെങ്കിലും ഞങ്ങളുടെ മകളെ പോലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും, അതെന്തായാലും ലക്ഷ്മി ഞങ്ങളെ തടയണ്ട എന്നിങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ രൂപ. എന്തായാലും അവർ ഒരുപാട് സമ്മാനങ്ങളൊക്കെ കൊടുത്ത് കൈ നിറയെ ഇട്ടുമൂടാനുള്ള സ്വർണവും അതുപോലെ തന്നെ ശരീരം മുഴുവൻ ഇട്ടുമൂടാനുള്ള സ്വർണവും അതുപോലെ ഡ്രസ്സും ഒക്കെ നമ്മുടെ കാർത്തികയ്ക്ക് കിട്ടുകയാണ്. എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. എന്തായാലും നമ്മുടെ ഗംഗപ്രസാദ് ആണെങ്കിലും അവൻ ചെറിയൊരു പേടിയിലാണ്. ഈ പറയുന്ന വേലു തന്നെ ചതിച്ചാലോ എന്നുള്ളൊരു പേടിയിൽ തന്നെയാണ് നിൽക്കുന്നത്. എന്തായാലും വേലു നാട്ടിലോട്ട് പോയി വന്നതിന് ശേഷം ഗംഗയോട് ചോദിക്കുന്നുണ്ട്. ഗംഗയോട് പറയുകയാണ്, നിന്റെ ഫോട്ടോ നാട്ടിലുള്ള എനിക്ക് കാണിച്ചു തന്നായിരുന്നു, നീ അത്ര നല്ലവനല്ല എനിക്കിന്ന് മനസ്സിലായി എന്ന് പറയുന്നുണ്ട്. എന്തായാലും സ്നേഹത്തോടു കൂടിയിട്ട് അവൻ നാട്ടിലോട്ട് പോയ തേൻ വിറ്റ് കിട്ടിയ പൈസ കൊണ്ട് സ്നേഹത്തോടു കൂടി പ്രണയത്തോടു കൂടിയിട്ട് നമ്മുടെ അമലുവിന് മാലയും കുപ്പിവളയൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. വലിയ സന്തോഷത്തോടു കൂടി അത് കൊടുക്കുമ്പോൾ അമൽ അത് വാങ്ങിയിട്ട് അവൻ്റെ മുന്നിൽ വെച്ച് തന്നെ അത് എറിഞ്ഞ് പൊട്ടിക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും വേലുവിൻ്റെ ഹൃദയം തകർന്നു പോകുന്നുണ്ട് അങ്ങനെയൊക്കെ ചെയ്യണ കാണുമ്പോൾ. അതിനുശേഷമാണെങ്കിൽ ഗംഗയോട് കൂടുതൽ അടുക്കുകയാണ്. അവനെ ആരും കാണാതെ കെട്ടിപ്പിടിക്കുകയും മുത്തം കൊടുക്കുകയും അങ്ങനെ അതിരുവിട്ട കളികളൊക്കെ തന്നെയാണ് അമലുവും ഗംഗയും കൂടി ചേർന്ന് കളിക്കുന്നത്. അമലു കൂടുതലായിട്ടും അവനെ പ്രണയിക്കുകയും അവനെ പൂർണ്ണമായി വിശ്വസിക്കുകയും ചെയ്യുകയാണ്. എന്തായാലും അരുതാത്തത് അവിടെ ആ കാടിനുള്ളിൽ സംഭവിക്കുകയാണ്. നമ്മുടെ അമലുവിന്
ഒരു ചെറിയൊരു ക്ഷീണവും തളർച്ചയും അതുപോലെ തന്നെ ഛർദിയും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ അവൾ ഛർദിക്കണ കാണുമ്പോൾ അവിടേക്ക് ഗംഗ ഓടി വരികയാണ്. എന്താ പറ്റിയത് എന്നിങ്ങനെ ആംഗ്യ ഭാഷയിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അമൽ പറയുകയാണ്, അത് നമ്മളുടെ കളിത്തിരി അതിരി വിട്ടുപോയോ എന്നൊരു സംശയം, കല്യാണം കഴിഞ്ഞിട്ട് സംഭവിക്കേണ്ട കാര്യം കല്യാണത്തിന് മുന്നേ സംഭവിച്ചോ എന്നൊരു സംശയം എന്ന് പറയുകയാണ്. അപ്പോൾ എന്താ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ വയറ്റിലൊരു കുഞ്ഞ് വളരുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറയുമ്പോൾ ഗംഗ ആ കുഞ്ഞിനെ കളയാം നമുക്ക് എന്ന് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ അവിടെ അമല് ദേഷ്യപ്പെടുകയാണ്. അമല് പറയുന്നുണ്ട്, വേണ്ട, അങ്ങനെ ഒരു പാപം ഞാൻ ചെയ്യില്ല, അത് ചെയ്യാൻ പാടില്ല. ഒരു കുഞ്ഞിനെ ജീവൻ എടുക്കുക എന്ന് പറയുന്നത് അത് ഏറ്റവും വലിയ, ലോകത്തിലെ ഏറ്റവും വലിയൊരു പാപം തന്നെയാണ്. ഈ കുഞ്ഞിൻ്റെ വയറ്റിൽ വളരുന്നുണ്ടെങ്കിലും അത് നമ്മുടെ രണ്ടുപേരുടെയും കുഞ്ഞാണ്, അതുകൊണ്ട് ഒരിക്കലും ഞാൻ അതിനെ കളയില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും ഗംഗ പെട്ടുപോവുകയാണ് സത്യത്തിൽ അവിടെ സംഭവിക്കുന്നത്. പക്ഷേ ഇവരൊക്കെ പറ്റിച്ചിട്ട് ഗംഗ അവിടെ നിന്ന് നാട് കടക്കുന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അതിനിടയിൽ ആണ് ഈ പറയുന്ന ഗംഗയ്ക്ക് കാർത്തികയുടെ വിവാഹം എവിടം വരെയായി കാര്യങ്ങളായി എന്നൊരു അവലാതി അങ്കലാപ്പും ഇവിടെ നടക്കുന്നുണ്ട്. കല്യാണം കഴിഞ്ഞോ എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ നടക്കുകയാണ്. എന്തായാലും ക്രിസ്മസോടനുബന്ധിച്ച് അവൻ ആ നാട്ടിലോട്ട് പോകുകയും ലക്ഷ്മി അമ്മയെ ഈ പറയുന്ന ക്രിസ്മസ് പാപ്പയുടെ വേഷത്തിൽ പോയി ലക്ഷ്മി അമ്മയെ പരിക്കേൽപ്പിക്കുകയും അവൻ ഈ കാട്ടിലേക്ക് തന്നെ തിരികെ വരികയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇവിടെയുള്ളവരാരും അതിനെക്കുറിച്ച് അറിയില്ല. ഇവൻ രാത്രി സമയത്ത് പോയിട്ടാണ് ആ കാട്ടിലോട്ട് തിരികെ വരുന്നത്. ഇവിടെ നിന്നും പോയതും വന്നതൊന്നും ആരും അറിയില്ല. പക്ഷേ വേലുവിന് സംശയമുണ്ട്. എന്തായാലും ലക്ഷ്മിയമ്മ അപകടം പറ്റി ഒരുപക്ഷെ ആശുപത്രിയിലാകുന്ന സമയത്ത് കല്യാണിയും കിരണും കൂടിയിട്ട് ഈ കാട്ടിലോട്ട് വരുന്നുണ്ട് വേലുവിനെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ വേലുവിനെ കണ്ട് സംസാരിക്കുകയാണ്. അപ്പോൾ ഈ ഗംഗയുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് ഗംഗ ചെയ്ത എല്ലാ കാര്യങ്ങളും, ഗംഗ എന്തൊക്കെ ദ്രോഹങ്ങളാണ് ജനിച്ചതിന് ശേഷം ചെയ്തിട്ടുള്ളതെന്നും എത്ര പേരെ കൊന്നിട്ടുണ്ടെന്നും സ്വന്തം രണ്ടാനമ്മയെയും അതുപോലെ സ്വന്തം പെങ്ങളെയും ഒക്കെ ഉപദ്രവിക്കാൻ പോകുന്ന കാര്യവും ഒരുപാട് പേരെ തൻ്റെ സ്വന്തം അമ്മയെ കൊന്ന കാര്യമൊക്കെ കല്യാണി കണ്ണീരോടുകൂടി വേലുവിനോട് പറയുകയാണ്. അവരൊക്കെ ഒരുപാട് അടുത്ത് ഇടപഴകുന്നുണ്ട്. അവർ നല്ല സ്നേഹത്തിലാവുകയാണ്. എന്തായാലും കുറച്ച് നേരം കൊണ്ട് തന്നെ. അതുപോലെ തന്നെ വേലുവിന് ഇതൊക്കെ കേൾക്കുമ്പോൾ ആകെ അന്തം വിട്ടു പോവുകയാണ്. വേലു ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. ഇത്രയും ക്രൂരനായ ഒരാളാണോ താൻ ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നത്, ഒരാളോട് പോലും സത്യങ്ങളൊന്നും പറയാതെ. എന്തായാലും അവൻ അപ്പോഴും ഈ മൂപ്പന്റെ വാക്കുകളാണ് ആലോചിക്കുന്നത്. മൂപ്പനോട് കാര്യം ചെന്ന് പറഞ്ഞാലോ എന്ന് അവൻ ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ മൂപ്പൻ അതൊന്നും വിശ്വസിക്കില്ലെന്നറിയാം. പക്ഷേ ഇവിടെയൊക്കെ കളികൾ പാളിപ്പോകുന്നത് ഈ അമലുവിന്റെ കാര്യത്തിലാണ്. ഓരോ ദിവസം കഴിയുന്തോറും അമലുവിന് ക്ഷീണവും തളർച്ചയും ഛർദിയും ഒക്കെ കൂടുന്നുണ്ട്. ദിവസം കഴിയും തോറും വയറിന്റെ വലിപ്പവും കൂടി വരികയാണ്. അപ്പോൾ സംശയം തോന്നിയിട്ടാണ് ഈ പറയുന്ന മൂപ്പന്റെ ഭാര്യയൊക്കെ അവളോട് ഈ കാര്യത്തെക്കുറിച്ച് ചോദിക്കുന്നത്. തനിക്ക് ചതി പറ്റി. അപ്പോഴും അമലു ന്യായീകരിക്കുകയാണ്. താൻ ഇങ്ങനെ അമ്മയാവാൻ പോവുകയാണ്. എന്തായാലും എനിക്ക് വേലുവിനെ വേണ്ട, എനിക്ക് വിനായകേട്ടനെ മതി, വിനായകേട്ടന്റെ കുഞ്ഞാണ് എൻ്റെ വയറ്റുള്ളത്, ഞാൻ എന്തായാലും വിനായകേട്ടനെ വിവാഹം കഴിക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവളിങ്ങനെ ബലം പിടിക്കുന്നുണ്ട്. പക്ഷേ ഇവൻ ഇങ്ങനെ ഒരാളാണെന്ന് പിന്നീട് അറിയുമ്പോഴായിരിക്കും ഈ പറയുന്ന അമലു ആയാലും മൂപ്പനായാലും മൂപ്പന്റെ ഭാര്യ ആയാലും ആകെ പ്രശ്നത്തിലായി പോകുന്നത്. ആ സമയത്തും ഈ പറയുന്ന ഗർഭിണിയായ അമലുവിനെ ഏറ്റെടുക്കാൻ വേലു തയ്യാറാവുകയാണ്. അവൻ പറയുന്നുണ്ട്, ഞാൻ നിന്നെയാണ് സ്നേഹിച്ചത്, എന്തായാലും ഒരു ചതിയൻ്റെ കുഞ്ഞ് നിന്റെ വയറ്റിലുണ്ടെങ്കിലും അതെൻ്റെ കുഞ്ഞിനെ പോലെ ഞാൻ വളർത്തിക്കോളാം എന്നും പറഞ്ഞ് അവളെ വിവാഹം കഴിക്കുകയാണ്. ഗംഗയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കുകയും അവനെ പിടിച്ച് കിരണിനെ കേൾപ്പിക്കുകയും ചെയ്യുന്ന ഭാഗമൊക്കെയാണ് വരാൻ പോകുന്നത്. കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.